നമസ്കാരം. കേരളത്തിലെ സംഘികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. അമ്മ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് വിജയിക്കാൻ ശേഷിയില്ലാത്ത സംഘി ദേവൻ ഒരു മുഴുമുഴുത്ത സംഘിയാണ്. എല്ലാവർക്കും അറിയാലോ. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുടിചൂടാ മന്നനാണ്. സ്വന്തം സംഘടനയ്ക്കകത്ത് അദ്ദേഹം മത്സരിച്ചു, റിസൾട്ട് വന്നു. കേട്ടെ. എന്തായാലും ഞാൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്. പ്രസിഡന്റ്, ഞാൻ ഓരോരുത്തർക്ക് കിട്ടിയ വോട്ട് വായിക്കാം, ഇൻവാലിഡ് വോട്ടും വായിക്കാം, അവസാനം ഡിക്ലറേഷനും പറയാം കേട്ടോ. ദേവൻ എസ് കിട്ടിയ വോട്ട് 132, ശ്വേത മേനോൻ 159, ഇൻവാലിഡ് വോട്ട്സ് 6 എണ്ണം. ശ്വേത മേനോൻ ഡിക്ലെയർ ഇലക്റ്റഡ് ആസ് പ്രസിഡന്റ്. നിയമസഭയെ മത്സരിക്കാൻ നടക്കുന്ന ഇനോൺ 500 പേരുള്ള സ്വന്തം സംഘടനയിൽ ദേവൻ എന്ന സംഘിക്കുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പഞ്ചായത്തിലെ വാർഡിൽ പോട്ടെ, നിയമസഭയിൽ മത്സരിപ്പിക്കാൻ നിർത്തിയിരിക്കുന്ന ഐറ്റങ്ങളാണ്. ഇതൊക്കെയാണ് കേരളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേവലം സ്വന്തം സംഘടനയിലുള്ളവർക്ക് പോലും താല്പര്യമില്ലാത്ത ഐറ്റങ്ങളാണ് സംഘികളെന്ന് ബോധ്യപ്പെടുകയാണ്. ഇപ്പോ ഞങ്ങൾക്കൊരു കേന്ദ്രൻ കൂടി ഉണ്ടായിരുന്നല്ലോ, ഏത് വ്യാജ വോട്ടിലൂടെ തൃശൂർ വിജയിച്ച അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോ ഈ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെയും കള്ളവോട്ട് ചേർക്കാനുള്ള തന്ത്രം പറഞ്ഞു തരാമെന്ന് നമ്മുടെ കേന്ദ്രൻ ഉപദേശിച്ചു. ഏത് സുരേഷ് ഗോപി. ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് മാക്സിമം കള്ളവോട്ട് കുത്തിത്തിരിക്കുക, അതായത് ആർക്കൊക്കെ വരാൻ പറ്റൂലേ അവരെ വ്യാജന്മാരെ ഇറക്കി വോട്ട് ചെയ്യിപ്പിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൈയോടെ പിടിച്ച് വെളിയിലാക്കുകയും അസാധുവാക്കുകയും ചെയ്തപ്പോൾ ദേവൻ തോക്കുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം എങ്ങനെയാണ് ജനം കാണുന്നത്, ഓരോരോ സംഘടനയിലുള്ളവർ കാണുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് സംഘികളോട് ഉപദേശിക്കാനുള്ള കാര്യം, നിങ്ങൾ വെറുതെ ഈ നാട്ടിൽ മത്സരങ്ങളെന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം, പ്രവർത്തിക്കുന്ന മേഖലയിലുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം ഒക്കെ നിങ്ങളോട് പരമ പുച്ഛമാണ്. അതായത് ഒരുമാതിരി അശ്രീകരം കടന്നു വന്നിരിക്കുന്നു. ചാണകം പോലെ തന്നെ ഒരു തരം അറപ്പോടുകൂടി തന്നെയാണ് ഇവരെ കാണുന്നതും. ഒരു സംഘടനാ ചുമതലയിൽ ഇവർ വരാതിരിക്കാനുള്ള ജാഗ്രത സകല മേഖലയിലും ഉണ്ടാകും. അവിടെയാണ് നേരത്തെ സിനിമാ സ്റ്റൈലിൽ ഒരു വ്യക്തി കടന്നുകൂടിയതിന്റെ വിവരങ്ങൾ ഇവിടെ പുറത്തേക്ക് വരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും കേരളത്തിൽ ഇനിയും ഇവർക്കുണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടന്ന സംഘികളുടെ ഒരു ശക്തി പ്രകടനമായിട്ടുള്ള സിനിമാ മേഖല, ആ മേഖലയിൽ പോലും ഒരു മുഴുമുഴുത്ത സംഘി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഘിയുടെ അവസ്ഥ ഇതാണ്. അവിടെ മത്സരിച്ച് വിജയിക്കാൻ പോലും സ്വന്തം സംഘടനയിലുള്ളവർ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ ആട്ടി ഓടിക്കുന്ന രീതി ഉണ്ടായി. ഇതാണ് സംഘികളെ സംബന്ധിച്ച് നമ്മൾ പരിഗണിക്കുന്നത്. നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ മത്സരിക്കാൻ തയ്യാറാകുന്ന സംഘികളിൽ പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ ഒരു സെമി ഫൈനൽ മത്സരമാണ് നമ്മൾ കണ്ടത്. ആ സെമി ഫൈനൽ മത്സരത്തിൽ പോലും തോപ്പിട്ട വ്യക്തികൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഘികളെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്താണ് എന്നതിന്റെ തെളിവാണ് ആ അനൗൺസ് ചെയ്ത് നിങ്ങൾ കേട്ടത്. എല്ലായിടത്തും ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സംഘി തോറ്റു എന്നുള്ള കാര്യം ഈ അമ്പലങ്ങളിൽ വെടിവെക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്നത് പോലെ അനൗൺസ് ചെയ്യാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് നിങ്ങൾ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ സംഘി ദേവൻ തോറ്റു എന്ന വാർത്ത ഇത്രയും പബ്ലിക്കായി കേട്ടതെന്ന് പറയേണ്ടി വരികയാണ്.